മൃതിയ അടിയാരുടെ മൃതി പോക്കിയ മശിഹ മൃതരായി ഓർത്തുയിരും ഞങ്ങൾ അരുൾ കൃപയും. അല്പസമയോടിരിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്ലീബാവന്ദനവും കബറടക്കവും. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അല്പസമയം ഈ സന്ദർഭത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ശ്ലീബായുടെ ഇരുവശത്തും തിരികൾ കത്തിച്ചു വച്ചിരിക്കുന്നത് 9-ാം മണി മുതൽ കർത്താവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇനിയും സ്കീപ്പ എന്ന് പറഞ്ഞാൽ കഷ്ടതയാൽ കഷ്ടതയെ മായ്ച്ചു കളഞ്ഞ് മൃതിയാൽ മൃതിയെ മായ്ച്ചു കളഞ്ഞ കർത്താവിൻ്റെ ജയമേറിയ ഈ മരണം നമുക്ക് രക്ഷയ്ക്കായി തീർന്നത് ശ്ലീബായാലാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും തൊട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ശ്ലീബായെ കേന്ദ്രീകരിച്ചാണ്. ശ്ലീബ എന്നത് ഒരു വിഗ്രഹമല്ല, ഇത് കർത്താവിൻ്റെ രക്ഷയുടെ അടയാളം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമായിരിക്കാം. അതെല്ലാം ദൈവം അനുവദിച്ചു തന്നിട്ടുള്ളത് അത് വഹിച്ചുകൊണ്ട് അത് ഏന്തിക്കൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വരുവാൻ വേണ്ടിയാണ്. നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്നാണ്. അപ്പോൾ നമ്മൾ ശ്ലീബ വന്ദനവ് എന്ന് പറയുന്നതാണ് ശരിയായ പ്രയോഗം. ശ്ലീബ ആരാധന എന്നാണ് പലയിടത്തും എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെയാണ്. വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് അതിനെ വെനറേറ്റ് ചെയ്യുക എന്നാണ്. അതുമൂലം കർത്താവ് സഹിച്ച കഷ്ടതകളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ആ കഷ്ടതകളെ നമ്മൾ മാനിച്ച് നമ്മുടെ ശരീരത്തിൽ കർത്താവ് ബാക്കി വെച്ച കഷ്ടതകളെ പൂരിപ്പിക്കുകയാണ്. കൊലോസ്യർ 1:24 ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ അവൻ്റെ സഭയായ ജഡത്തിൽ ഞാനത് പൂരിപ്പിക്കുന്നുവെന്നാണ്. അപ്പോൾ നമുക്കുള്ള വേദനകളെല്ലാം ഇപ്പോൾ ഈ മുറിവിനോട് ചേർത്ത് സമർപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇതുവരെ കെടുത്തി വച്ചിരുന്ന മെഴുകുതിരി ഇപ്പോൾ ഇരുവശത്തും കത്തിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഷ്ടതകളെ കർത്താവിൻ്റെ കഷ്ടതയോടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ആ ശ്ലീബായെ നമ്മൾ വന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് രക്ഷയുടെ അടയാളമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വഹിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുവാനാണ്. ഗലാത്യരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അതുപോലെ തന്നെ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:10 ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കേണ്ടതിന് അവൻ്റെ മരണം എപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അതായത് നമ്മുടെ അടയാളം ശ്ലീബായാണ്. അത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ വേദനകൾ നമ്മൾ ഏന്തിക്കൊണ്ട് അത് കർത്താവിൻ്റെ വേദനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവിനോടുള്ള കഷ്ടാനുഭവത്തിൻ്റെ പങ്കാളിത്തമായിട്ട് മാറും. അതുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വിവിധ തരത്തിൽ വേദനിക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾക്ക് ഒരു സ്വർഗീയ സമാധാനം ഈ ശ്ലീബായിൽ നിന്ന് തൻ്റെ ഉയർപ്പ് മൂലം കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ കെടുത്തി വച്ചിരുന്ന മെഴുകുതിരി കെടുത്തി വച്ചിരുന്നത് നഗ്നനായി തൂക്കപ്പെട്ട കർത്താവിനെ സൂര്യൻ കണ്ട് തൻ്റെ സൃഷ്ടാവ് നഗ്നനായി തൂക്കപ്പെടുന്നത് കാണുവാൻ ശക്തിയില്ലാതെ
തൻ്റെ രശ്മികൾ മറച്ചു വെച്ചതിനെ സൂചിപ്പിക്കുവാനായിട്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കത്തിച്ചിരിക്കുന്നത് കർത്താവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ മൃതിയാൽ അടിയാരുടെ മൃതി പോക്കിയ മശിഹ മൃതരായോർ കരുളുക മോദവും ഉയരും എന്നിനിയും നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥനയിൽ ചേർത്ത് ചൊല്ലുവാൻ പോകുന്നത്. സ്കീപ്പായാൽ ക്രൂശകിയെ മായിച്ചവനെ കോട്ടയും അഭയവുമാം നിൻ സ്ലീബ എന്നാണ് നമ്മളിപ്പോൾ പാടിയത്. ഈ സ്ലീബ മൂലം ഒരു വലിയ വേലി പൊളിഞ്ഞു വീണു. ആ വേലിയാണ് ന്യായപ്രമാണത്തിൻ്റെ വേലി. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം ഒന്നും കൂടെ വായിക്കുകയാണ്. അവൻ നമ്മുടെ സമാധാനം. ആര്? ക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി നാം. ഏദൻ തോട്ടത്തിൻ്റെ ആദ്യാവസ്ഥയിൽ ആദാമിനെ ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ ഒരു പ്രമാണം ദൈവം കൊടുത്തു. പ്രമാണം. ആ പ്രമാണമാണ് ആദ്യത്തെ ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം. ആ വചനിപ്പ് ആദാമിനും ഹവ്വായ്ക്കും കൊടുത്തതാണ്. പക്ഷേ അവരതിനെ ഗൗരവമായിട്ടെടുത്തില്ല. അതുകൊണ്ട് പിശാച് ഏദനിലേക്ക് കയറിയിട്ട് മറ്റൊരു പൈശാചിക പ്രമാണം കൊടുത്തു. ആദ്യത്തെ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഒരു വിലക്കുണ്ടായിരുന്നു. നന്മതിന്മയുള്ള വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്, തിന്നാൽ നീ മരിക്കും. ഇപ്പോൾ നമ്മൾ സദറായിൽ വായിച്ചു, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചിട്ട് ആദാം ആത്മീയമായി മരിച്ചു. ശരീരത്തിന് ജീവനുണ്ടായിരുന്നു, അവൻ്റെ ആത്മാവ് മരിച്ചുപോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ മാറ്റി നിർത്തിയുകൊണ്ട് അവന് മരണപ്പെട്ടു. മരണപ്പെട്ടതുകൊണ്ട് അവൻ്റെ ബോധതലത്തിൽ പിശാച് വിഷം കുത്തിവെച്ചത് അവന് മരണകാരണമായി തീർന്നു. ആദ്യത്തെ പ്രമാണത്തെ ഗൗരവമായിട്ടെടുക്കാഞ്ഞതുകൊണ്ട് പിശാച് വന്ന് പ്രമാണം, അവൻ്റെ പ്രമാണം കൊടുത്തപ്പോൾ അതിൽ വിശ്വസിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രമാണത്തെ അവൻ മറന്നു കളഞ്ഞിട്ട് പിശാച് എന്ത് പറഞ്ഞോ അതിൽ വിശ്വസിച്ചു. പിശാച് പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കില്ല, നിശ്ചയം നീ ദൈവത്തെ പോലാകും. ആദാമും ഹവ്വായും അതിൽ വിശ്വസിച്ചു. അപ്പോൾ ഏദൻ തോട്ടത്തിലെ കഠിനതരമായ പാപം എന്ന് പറയുന്നത് അവൻ ദൈവത്തെ, അവൻ്റെ സൃഷ്ടാവിനെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മാമോദീസ തൊട്ട് നമ്മളുടെ ഓരോ ആരാധനയിലും പ്രാർത്ഥനയിലും ഈ ആദാം ചെയ്ത ഈ അവിശ്വാസത്തെ റിവേഴ്സ് ചെയ്ത് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസപ്രമാണം എന്ന് പറയുന്നത് നട്ടല്ലവിടെ ഉറച്ചു നിന്ന് ഉച്ചസ്വരത്തിൽ ചൊല്ലിയാൽ അതിൽ എക്സോസിസം പവർ വരെയുണ്ട്. പിശാചിന് അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഓടിപ്പോകും. അതുകൊണ്ടാണ് വിശ്വാസപ്രമാണം എപ്പോഴും ചൊല്ലണമെന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ അവസാനത്തിൽ വിശ്വാസപ്രമാണം വെച്ചിരിക്കുന്നത് മാമോദീസായിൽ നമ്മുടെ കോൺഷ്യസ് ലെവൽ അന്ന് വന്നിട്ടില്ല. ആത്മാവിൽ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ കോൺഷ്യസിലേക്ക് വളർന്നു കഴിയുമ്പോൾ അത് നമ്മൾ ഏറ്റുപറയുകയാണ്, ഏറ്റുപാടുകയാണ്. അത് 7 യാമപ്രാർത്ഥനകൾ നടത്തുന്നുള്ളവർ 7 തവണയും, അത് വെട്ടിച്ചുരുക്കി 2ആയിട്ട് രാവിലെയും വൈകിട്ടുമായിട്ട് പ്രാർത്ഥന നടത്തുന്നവർ 2 തവണയും മിനിമം ഒരു ദിവസം പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനെ ഏറ്റുപറയുന്ന, യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കർത്താവിനെ ഏറ്റുപറയാറുണ്ടോ എന്ന്. നമ്മൾ ആ ഏറ്റവും കൂടുതൽ ഏറ്റുപറയുന്നു, ഏറ്റവും കൂടുതൽ സമയം ആ ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ പിശാച് കൊടുത്ത ന്യായപ്രമാണത്തെ എടുത്തു കളഞ്ഞിട്ട് ആദ്യം കൊടുത്ത ദൈവത്തിൻ്റെ പ്രമാണം, ആ സത്യവചനിപ്പിനെ തിരിച്ച് അവനെ കൊടുക്കുവാനായിട്ട് തൽക്കാലത്തേക്ക് ഒരു പ്രമാണം ദൈവം അവന് കൊടുക്കുകയാണ്. ആ പ്രമാണത്തിൻ്റെ പേരാണ് ന്യായപ്രമാണം. അതൊരു ഭീകര പ്രമാണമായിരുന്നു. അത് തുകല് കൊണ്ടുള്ള വസ്ത്രം. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് ഈ തുകൽ വസ്ത്രം ക്രമീകരിക്കുകയും അതിൽ നിന്നുണ്ടായ വേദനയിൽ നിന്ന് ഒരു സംഹിതയുണ്ടാക്കുകയും ആ സംഹിത ന്യായപ്രമാണമായി മാറുകയും അത് സർവ്വജാതിക്കും വേണ്ടി കൊടുക്കുവാനായിട്ട്
ഒരു സാമ്പിൾ ജനതയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരാണ് യഹൂദന്മാർ. അവർക്ക് ന്യായപ്രമാണം എന്ന വേലി കെട്ടിയിട്ട് ഹോമയാഗങ്ങളും മൃഗബലികളും വളരെ ക്രൂരമായ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും അതിനൊരു പൗരോഹിത്യവും ക്രമീകരിച്ചു. ഏദൻ തോട്ടത്തിൽ നമ്മളിപ്പോൾ സദറായിൽ വായിച്ചു, ആദാമിനെ രാജാവും പുരോഹിതനുമായിട്ട് അഭിഷേകം ചെയ്തതാണ്. പക്ഷേ അവൻ കായികനികൾ ഭക്ഷിച്ചതോടുകൂടി അവൻ്റെ പൗരോഹിത്യം അവനിൽ നഷ്ടപ്പെട്ടു. തൽക്കാലത്തേക്ക് ഒരു പൗരോഹിത്യം ജനതയ്ക്ക് ദൈവം കൊടുത്തു. അത് മൃഗബലിയുടെ പൗരോഹിത്യമായിരുന്നു. ആ പൗരോഹിത്യത്തിൽ പൈശാചികതയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മൃഗബലി പൈശാചികം തന്നെയായിരുന്നു. ഒരു മൃഗത്തെ ചുടുമ്പോൾ അതിൻ്റെ ദുർഗന്ധം അന്തരീക്ഷത്തിൽ ഉണ്ടാവും. കർത്താവിൻ്റെ കാൽവറി യാഗത്തിലൂടെ പരിശുദ്ധാത്മാവിനെ തൻ്റെ വിലാവിൽ നിന്ന് ചീറ്റിയതിനാൽ അവിടെ അന്തരീക്ഷം മുഴുവൻ സുഗന്ധത്താൽ നിറഞ്ഞു. എന്നാൽ ആ സുഗന്ധത്താൽ നിറയുന്നതിന് വേണ്ടി പുതിയ പൗരോഹിത്യത്തെ സ്ഥാപിക്കുവാനായിട്ട്, ആദാമിന് നഷ്ടപ്പെട്ടു പോയ പൗരോഹിത്യം തിരിച്ചു കൊടുക്കുവാനായിട്ട് അവൻ ജഡാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ പൗരോഹിത്യത്തിൻ്റെ അടയാളമായിട്ട് ശിഷ്യന്മാരുടെ കാലുകൾ അവൻ കഴുകി. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ മോശ അഹറോനെ അഭിഷേകം ചെയ്യുമ്പോൾ അവനൊരു വസ്ത്രം കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് അവൻ്റെ കാൽ കഴുകും. കാൽ കഴുകി വസ്ത്രം കൊടുത്ത് അവനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അതിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രമാണം ഇല്ല, ഭാഗികമായേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗികം പൈശാചികമാണ്. അതുകൊണ്ടാണ് മൃഗബലി പൈശാചികമാണെന്ന് പിതാക്കന്മാർ സദറകളിൽ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനകളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് അനുഷ്ഠിക്കേണ്ടി വന്നു. എന്നാൽ മോശ അഹറോനെ അഭിഷേകം ചെയ്യുമ്പോൾ ഏഫോദ്, ഇടക്കെട്ട് മുതലായവയെല്ലാം കൊടുത്ത് അവനെ ഒരു വസ്ത്രത്താൽ അണിയിച്ച് പൗരോഹിത്യ കർമ്മം അഹറോനെ ഏൽപ്പിക്കുകയാണ്. ആ പൗരോഹിത്യ കർമ്മത്തിൽ പൈശാചികത ഉണ്ടായിരുന്നതിനാൽ, ധാർഷ്ട്യം ഉണ്ടായിരുന്നതിനാൽ, ഭീകരതയുണ്ടായിരുന്നതിനാൽ, അഹങ്കാരം ഉണ്ടായിരുന്നതിനാൽ അതിനെ തുടച്ചു നീക്കുവാനായിട്ട് കർത്താവ് യഹൂദനായി തന്നെ ജനിച്ച് ആ പൗരോഹിത്യത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഉരിഞ്ഞു കളഞ്ഞു എന്ന് കാണിക്കുവാനായിട്ടാണ് അത്താഴത്തിന് മുമ്പ് അവൻ വസ്ത്രം ഉരിഞ്ഞത്. അതായത് പഴയ നിയമ പൗരോഹിത്യം ഇതാ ഞാൻ ഉരിഞ്ഞു വയ്ക്കുന്നു. ആ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പെരുമയുടെയും പൗരോഹിത്യം ആകുന്ന വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് താഴ്മയുടെയും എളിമയുടെയും സൂചനയായ ഒരു തുവർത്തെടുത്ത് തൻ്റെ അരയിൽ ചുറ്റി പുതിയതായ ഒരു വസ്ത്രം അവൻ ധരിച്ചു. അതാണ് പുതിയ പൗരോഹിത്യം. പഴയ പൗരോഹിത്യത്തെ നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ നവീകരിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ പുതിയതായിട്ട് അതിനെ മാറ്റി. പുതിയ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് തുവർത്തെടുത്ത് അരയിൽ ചുറ്റിയത്. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. മോശ അഹറോൻ്റെ പാദങ്ങൾ കഴുകി പൗരോഹിത്യം കൊടുത്തപ്പോൾ പുതിയ പൗരോഹിത്യത്തിന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ പുതിയ പൗരോഹിത്യത്തിൻ്റെ അടയാളം താഴ്മയും വിനയവും സ്നേഹവുമാണെന്ന് അവൻ കാണിച്ചു തന്നു. എന്നിട്ട് മോശ അഹറോനെ ഏഫോദും പട്ടും അതുപോലെയുള്ള പൊന്നാടകളിലൊക്കെ ധരിച്ചു വയ്ക്കുമ്പോൾ കർത്താവ് എളിമയുടെ വസ്ത്രമായ തുവർത്തരയിലെടുത്ത് ചുറ്റി. അങ്ങനെ ആദ്യത്തെ പട്ടം കുട അവിടെ തുടങ്ങി. ഇത് പൂർത്തീകരിച്ചത് കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പായാണ്. കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെയെല്ലാം കൂട്ടിവരുത്തി അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീനെന്ന് പറഞ്ഞ് അവർക്ക് ശിഷ്യന്മാർക്ക് മാത്രം, മാതാവ് പോലും അവിടെയില്ല, ശിഷ്യന്മാർക്ക് മാത്രം അഭിഷേകം കൊടുത്ത് പൗരോഹിത്യ നൽവരം നൽകി തൻ്റെ ശരീരരക്തങ്ങൾ ഭൂലോകത്തിന് മുഴുവൻ വിഭജിച്ചു കൊടുക്കുവാനായിട്ട് അവരെ അഭിഷേകം ചെയ്തിട്ട് ഭൂലോകം എങ്ങും പോയി തൻ്റെ സുവിശേഷം അറിയിപ്പാനും അവരെ യോഗ്യരാക്കി താൻ സ്വർഗാരോഹണം ചെയ്തു. താൻ കാൽവറിയിൽ മരിക്കുമ്പോൾ ആ വസ്ത്രം മാത്രമല്ല 3 വസ്ത്രം കൂടെ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു വസ്ത്രം എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയതാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് എന്നാലും വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. ദേവാലയത്തിൻ്റെ
തിരശ്ശീല നടുവെ ചീന്തിപ്പോയി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവം ജനത്തിൽ നിന്ന് വിദൂരനായിരുന്നു. അടുത്തുകൂടുവാൻ സാധിക്കത്തില്ലായിരുന്നു, അവർക്ക് ഭയമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുത്താണ്. ഇമ്മാനുവേൽ എന്നാണ് അവൻ്റെ നാമം. ഞാൻ നിന്നിൽ വസിക്കുന്നവനാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസവും കൂരിട്ട് കൊടുങ്കാറ്റ് വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കല്ല ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒന്നും തങ്ങളോട് പറയരുതേ എന്നവർ പറഞ്ഞു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടായിരുന്നു. താൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ സീനായ് മലയിലെ കാഴ്ച അതിഭയങ്കരമായിരുന്നു. കർത്താവ് പറയുന്നു, പൗലോസ്ലീഹ കർത്താവ് നമ്മളോട് പറയുന്നതായിട്ട് പഠിപ്പിക്കുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിലേക്കും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് നമ്മുടെ അടുത്താണ്. ആ അടുപ്പമുണ്ടായത് ഈ തിരശ്ശീല കീറിക്കളഞ്ഞുകൊണ്ടാണ്. എന്താണ് ഹാബേലിൻ്റെ രക്തവും കർത്താവിൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും? ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് കർത്താവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ഹാബേലിൻ്റെ രക്തത്തിന് ചില ഗുണങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരു ഗുണം കർത്താവിൻ്റെ രക്തത്തിനുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹാബേലിൻ്റെ രക്തം നിഷ്കളങ്കമായ രക്തമാണ്, കുറ്റമില്ലാത്ത രക്തമാണ്. കർത്താവിൻ്റെ രക്തവും ഇവനിൽ പാപമില്ല, ഇവനിൽ കുറ്റമില്ല എന്ന് പീലാത്തോസ് തന്നെ സാക്ഷീകരിച്ചതിനാൽ, അവൻ ദൈവമായിരിക്കുന്നതിനാൽ, അവൻ പാപമില്ലാത്തതിനാൽ കുറ്റമില്ലാത്ത രക്തമാണ്. പിന്നെന്താണ് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമെന്ന് പറയാൻ കാര്യം? അപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കർത്താവിൻ്റെ രക്തത്തിനുണ്ട്. അതെന്താണ്? അതിതാണ്, ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് കായീൻ ചെയ്ത പാതകത്തിന് പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രക്തം പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു. കർത്താവിൻ്റെ രക്തമോ ഇവർ ചെയ്ത പാപം ഇവരോട് ഓർക്കരുതേ എന്ന് ക്ഷമയുടെ പര്യായമായി പിതാവിനോട് നിലവിളിക്കും. ഇതാണ് വ്യത്യാസം. ഒന്ന് പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ, ഒന്ന് കുറ്റം ചെയ്തവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കണമേ എന്നുള്ള ആ വലിയ ശക്തി വ്യാപാരം കർത്താവിൻ്റെ രക്തത്തിന് മാത്രമാണുള്ളത്. ആ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ തിരശ്ശീല അടിമുടി ചീന്തിപ്പോയപ്പോൾ അവിടെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അകലം മാറി. ഇപ്പോൾ നിന്നിൽ ഞാനും ഞാൻ നിന്നിലും വസിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നമ്മുടെ ശരീരത്തെ ഉയർത്തി. ഫിലിപ്പിയർ 3:21 പറയുന്നുണ്ട്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ്. അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് ഒരു അമയ്ക്കും അവൻ്റെ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരത്തെ, ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ്. അപ്പം അതിനുവേണ്ടി കർത്താവ് ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിക്കളഞ്ഞു. യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല. ഇനിയും എന്നിൽ നീയും ഞാൻ നിന്നിലുമാണ്. എൻ്റെ ശരീരം നിന്നിലാണ്, നിൻ്റെ ശരീരം എന്നിലുമാണ്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന എന്തും യാചിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. മറ്റൊരു വസ്ത്രമാണ് മഹാപുരോഹിതൻ്റെ വസ്ത്രം. അത് കീറിപ്പോയി. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ മഹാപുരോഹിതൻ്റെ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. മഹാപുരോഹിതൻ അത് രോഷത്താൽ ചെയ്തതാണെങ്കിലും, കയ്യപ്പ
രോഷത്താൽ ചെയ്തതാണ്. പക്ഷേ അതൊരു സൂചനയായിരുന്നു. തൻ്റെ ഈ ഏഫോദ്, അതായത് ഈ ഭാഗം കീറിക്കളഞ്ഞു. താൻ ദൈവമാണോ എന്ന് ചോദിച്ചപ്പോൾ നീ ക്രിസ്തു തന്നെയാവുന്നുവോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരുന്നതും നീ കാണും. അപ്പോൾ ഇനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാളെ കുറ്റം വിധിക്കണമെങ്കിൽ 2 സാക്ഷികൾ വേണം. ഇതിപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവപുത്രനാണ്. അപ്പോൾ കയ്യാപ്പ പറയുവാണ്, ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം എന്ന് പറഞ്ഞിട്ട് വസ്ത്രം കീറി എന്ന് പറഞ്ഞപ്പോൾ അവനിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദരിൽ നിന്ന് പഴയ നിയമ പൗരോഹിത്യം നീങ്ങിപ്പോയി. അതിനുശേഷം കർത്താവ് പുതിയ പൗരോഹിത്യത്തെ കാൽവറിയിൽ ഉറപ്പിക്കുന്നതിന് മുമ്പായി, താൻ മരിക്കുന്നതിന് മുമ്പായി, മരിച്ചതിന് ശേഷം അത് നടക്കില്ലല്ലോ, തലേ സന്ധ്യയ്ക്ക് അപ്പവീഞ്ഞുകൾ വാഴ്ത്തുന്നതിന് മുമ്പ് ആ ശിഷ്യന്മാരുടെ കാൽ കഴുകി മഹാപുരോഹിതൻ കീറിക്കളഞ്ഞ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും വസ്ത്രത്തിന് പകരം താഴ്മയുടെയും എളിമയുടെയും പൗരോഹിത്യമെടുത്ത് അവൻ ധരിച്ചിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരെ പൗരോഹിത്യത്തിൽ അഭിഷേകം ചെയ്തു. പലരും വിശ്വസിക്കുന്നത് കാൽവറിയിൽ പൗരോഹിത്യം തീർന്നു, ഇനി പൗരോഹിത്യം ഇല്ലെന്നാണ്. പൗരോഹിത്യം തീരില്ല. കാരണം പൗരോഹിത്യം ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലുള്ളതാണെങ്കിൽ അത് നിത്യമാണ്, അത് തീരുന്നില്ല. എന്നാൽ നിത്യമായ പൗരോഹിത്യത്തെ ആദാം നഷ്ടപ്പെടുത്തിയപ്പോൾ അതിനെ തിരിച്ചു തരുവാനായി നിത്യപുരോഹിതനായ മൽക്കീസദേക്കിൻ്റെ അടയാളമായിരിക്കുന്ന, അല്ലെങ്കിൽ മൽക്കീസദേക്ക് അടയാളമായി സൂചിപ്പിച്ച കർത്താവ് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജഡാവതാരം ചെയ്ത് ആ പൗരോഹിത്യത്തെ, കാൽവറിയിൽ അഹ്റോന്യ പൗരോഹിത്യത്തെ തീർത്ത് കർത്താവിൻ്റെ നിത്യമായ പൗരോഹിത്യം പുതുതായി പുതുക്കിക്കൊണ്ട് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം ഇത് ചെയ്യണം. അങ്ങനെ പൗരോഹിത്യത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചു. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട പൗരോഹിത്യത്തെ. അതാണ് മാമോദീസയിൽ കൂടി നമുക്ക് കൈമാറപ്പെട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ കീറിയ വസ്ത്രം കർത്താവിൻ്റെ തൂർത്ത്, മഹാപുരോഹിതൻ്റെ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ വസ്ത്രം അവൻ തന്നെ കീറിക്കളഞ്ഞു. അങ്ങനെ പൗരോഹിത്യം പഴയ നിയമത്തിൽ നഷ്ടമായിട്ട് കർത്താവ് തൻ്റെ വസ്ത്രം ഉരിഞ്ഞു എന്ന് പറയുമ്പോൾ ഉരിഞ്ഞിട്ടാണ് പുതിയ വസ്ത്രം എടുക്കുന്നത്. മഹാപുരോഹിതൻ കീറിക്കളഞ്ഞപ്പോൾ അവരിൽ നിന്ന് അത് നഷ്ടമായി. അതിൻ്റെ പൂർത്തീകരണത്തിനായി യഹൂദനായിരിക്കുന്ന കർത്താവ്, പുരോഹിതനായിരിക്കുന്ന കർത്താവ് പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യം ഉരിഞ്ഞതിൻ്റെ അടയാളമായി തൻ്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് തൂർത്തെടുത്ത് സ്നേഹത്തിൻ്റെ, താഴ്മയുടെ അടയാളമായി പുതിയ പൗരോഹിത്യത്തെ നമുക്ക് തന്നു. വീണ്ടും കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടപ്പോഴും കർത്താവിൻ്റെ അങ്കി നെയ്തെടുത്തതായിരുന്നു. ഒറ്റ നെയ്ത്താണ്, അതിൽ കീറലുകളില്ല. കീറലുകളില്ലാത്ത വസ്ത്രത്തെ ആരാണ് പങ്കിട്ടെടുക്കുന്നത്? വിജാതീയരാണ്, റോമൻ പടയാളികളാണ്. കാരണം ആ വസ്ത്രം വെണ്മയേറിയതെന്ന് പറഞ്ഞാൽ ശോഭയുള്ളതും പ്രത്യേകതരം വസ്ത്രമാണ്. കാരണം അത് പ്രത്യേക പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്. ആ വസ്ത്രവും പൗരോഹിത്യത്തിൻ്റെ, രാജകീയ പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്. ഒരു പടയാളികൾ ആ വസ്ത്രം കീറി ഭാഗിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വിലയുള്ള വസ്ത്രമായിരുന്നു, ലോക്കൽ ഗാർമെൻ്റ് അല്ലത്. ഒറ്റ നെയ്തെടുത്ത ആ വസ്ത്രം പടയാളികൾ, അതായത് വിജാതിയർ വലിച്ചു കീറി പകുത്തെടുത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ പൗരോഹിത്യ അഭിഷേകത്തെ നമുക്കും വിജാതിയർക്കും യഹൂദന്മാർക്കപ്പുറം നിൽക്കുന്നവർക്കും അവൻ പങ്കിട്ട് കൊടുത്തു എന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ നമുക്ക് കർത്താവ് അനുമതി നൽകിയിരിക്കുന്നത്. കർത്താവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ശുശ്രൂഷ സ്ലീബ വന്ദനമാണ്. ആത്മാക്കളെ രക്ഷിച്ചതിനാലേ സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടി നമ്മളും ചൊല്ലുമ്പോൾ സ്ലീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നിങ്ങളുടെ പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചോണം. മുഴുവൻ സ്ലീബ സ്ലീബ സ്ലീബ, സമാധാനം സമാധാനം. സ്ലീബായിലാണ് സമാധാനം. ഉയർപ്പിൽ നിങ്ങൾക്ക് ഈ വാക്ക് കൂടുതൽ കേൾക്കാം, സമാധാനം സമാധാനം. ഇന്ന് സ്ലീബ സ്ലീബ എന്ന് കൂടുതൽ കേൾക്കാം. സ്ലീബ ഏറ്റെടുക്കുന്നവനെ സമാധാനമുള്ളൂ, മരിക്കുന്നവനെ ഉയർപ്പുള്ളൂ, സഹിക്കുന്നവനെ മഹത്വമുള്ളൂ. ഞാൻ എന്താണ് പറഞ്ഞത്? സഹനമുണ്ടെങ്കിലേ മഹത്വമുള്ളൂ. If you want to get glorified, you have to
take tolerance in your life. If you want to resurrect, you have to die. മരിച്ചെങ്കിലേ ഉയർപ്പുള്ളൂ, മരിക്കാതെ എങ്ങനെയാണ് ഉയർക്കുന്നത്? സഹിച്ചെങ്കിലേ മഹത്വമുള്ളൂ. കർത്താവ് നമുക്ക് മഹത്വം തരുവാൻ ആഗ്രഹിക്കും. പക്ഷേ എൻ്റെ കൂടെ ഞാൻ ബാക്കി വെച്ചു പോയ കഷ്ടത നിങ്ങൾ എടുക്കണം. നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ഈ ലോകത്ത് എപ്പോഴും സമാധാനമായിട്ടിരിക്കണമെന്ന് ആരും വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ അസ്വസ്ഥരായി ഇരിക്കണം എന്ന് നമ്മൾ വിചാരിക്കരുത്. കർത്താവ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സമാധാനം തരും. എന്നാൽ അതിന് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കുരിശാണ് ഈ കഷ്ടത. അപ്പോൾ സ്ലീബ 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 എന്ന് എപ്പോഴെല്ലാം ആരാധനയിൽ പറയും, അപ്പോഴെല്ലാം നമ്മളുടെ വേദനകളെ നമ്മൾ ആ സ്ലീബയുടെ സ്ഥാനത്ത് കാണും. അതാണ് സ്ലീബ. അതിനെ ഞാൻ വന്ദിക്കുന്നെന്നാണ് പറയുന്നത്. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന വേദനയെ ഞാൻ എടുക്കുന്നു. ഞാൻ നിന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ്റെ വിശ്വാസത്തിലത്രേ. I am crucified with Christ. Nevertheless I live, yet not I, but Christ liveth in me. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ലീബായ. അത് സ്ലീബ എന്ന് പറയുമ്പോൾ ഇതൊരു അടയാളമാണ്. അടയാളത്തിന്മേൽ ശക്തി വ്യാപാരങ്ങളുണ്ട്. ആ ശക്തി വ്യാപാരത്തെ നമ്മൾ വന്ദിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ചൂടടയാളത്തെ നമ്മൾ ക്രിസ്തു തന്നിരിക്കുന്ന അടയാളത്തെ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ കുട്ടികൾ ശരീരത്തിന്മേൽ ടാറ്റു അടിക്കത്തില്ലേ? ആത്മാവിൽ അടിച്ചിട്ടുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ടാറ്റു ശരീരത്തിൽ അവിടെയൊക്കെ നമ്മൾ വേദന എടുത്ത് ഈ ടാറ്റു അടിക്കും അല്ലേ? പ്രയോജനമുള്ള കാര്യമൊന്നുമല്ല. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ടാറ്റു ചെയ്യും. എൻ്റെ ചോദ്യം, ആത്മാവിൽ ഈ ചൂടടയാളമുണ്ടോ? പൗലോസ്ലീഹ പറയുന്നു ഗലാത്യർ 6:17, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. അത് ഉള്ളിലാണ്, അത് നമ്മുടെ വേദനയാണ്. ആ വേദനയോടെ ചേർന്ന് കർത്താവിനെ നമ്മളിപ്പോൾ ആരാധിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ശുശ്രൂഷ കണ്ടപ്പോൾ പുരോഹിതൻ കാപ്പയൊക്കെ ഇട്ടു. ഇതുവരെ നമസ്കാരക്രമങ്ങളായിരുന്നു. യാമപ്രാർത്ഥനകൾ പൂർത്തീകരിച്ചു, ധ്യാനങ്ങൾ നമ്മൾ നടത്തി. ഇതെന്താണെന്നുള്ള കാര്യങ്ങളും കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തികളെപ്പറ്റി നമ്മൾ ധ്യാനിച്ചു. ഇനിയും ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രധാനപ്പെട്ട ആരാധനയിലേക്ക് വരികയാണ്. ആ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കമാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ശുശ്രൂഷയിൽ വളരെ വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ പങ്കെടുക്കുക. ഇതിനുശേഷം കബറടക്ക ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മുടെ ജഡീക വികാരങ്ങളെയും നമ്മുടെ അശുദ്ധ വ്യാപാരങ്ങളെയും നമ്മുടെ ബലഹീനതകളെല്ലാം കർത്താവിൻ്റെ കൊല്ലപ്പെട്ട ശരീരത്തിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മളും അതിനെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പായി ആ അശുദ്ധ വ്യാപാരത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലും. അതാണ് പാതാള പ്രവേശനം. അല്ല, അതെന്നോ നടന്ന ഒരു സംഭവം നമ്മൾ ചുമ്മാ റീക്രിയേറ്റ് ചെയ്യുവോ, അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരുമോ, നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുമോ അല്ലിത്. നമ്മുടെ അശുദ്ധ വ്യാപാരങ്ങളെ നമ്മൾ സംസ്കരിക്കാൻ പോവുകയാണ്. കബറടക്ക ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ എന്തോ അകത്ത് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെറുതെ കുറിയലായസം ചൊല്ലിക്കൊണ്ട് നിൽക്കരുത്. കർത്താവേ കരുണ തോന്നണേ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഞാൻ നിൻ്റെ കബറിൽ സംസ്കരിക്കുന്നു. ഇത് കർത്താവിൻ്റെ 2ാമത്തെ ഗർഭപാത്രമാണ്. 1ാമത്തെ ഗർഭപാത്രം കന്യകമറിയാമിൻ്റെ ഉദരമാണെങ്കിൽ ഈ കല്ലറ 2ാമത്തെ ഗർഭപാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കല്ലറ മറ്റാരെയും അടക്കിയിട്ടില്ലാത്തതും പിന്നെയും ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തതുമായ കല്ലറ കർത്താവിന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കന്യകമറിയാമിൻ്റെ ഗർഭപാത്രവും അതുപോലെ തന്നെയായിരുന്നു. മറ്റാരും അന്ന് വരെ ജനിച്ചിട്ടില്ല, പിന്നെയും ജനിച്ചിട്ടില്ല. പല സഹോദരങ്ങളും അത് വളരെ വികൃതമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കന്യകമറിയാമിനെ നമ്മൾ മാനിക്കുന്നതിൻ്റെ കാര്യം കർത്താവിനെ മാനിക്കുന്നതുകൊണ്ടാണ്. കർത്താവിൻ്റെ ഡിവിനിറ്റിയെ, അതിൻ്റെ സാങ്ക്ടിറ്റിയെ അത് ഇൻറ്റൻസിഫൈ ചെയ്യുവാനും അതിനെ ട്രിഗർ ചെയ്ത് കാണിക്കുവാനുമാണ് പരിശുദ്ധ മാതാവിൻ്റെ കന്യാത്വത്തെ നമ്മൾ ഏറ്റുപറയുന്നത്. അല്ല, മാതാവിനെ പുകഴ്ത്തുവാനല്ലത്. കർത്താവ്
കർത്താവിൻ്റെ ഗർഭപാത്രം, കർത്താവ് വേറെ അതിനൊരു യുണീക്ക്നെസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അശുദ്ധ വ്യാപാരങ്ങളെല്ലാം ആദ്യം നമ്മൾ സ്ലീബായ നമ്മുടെ കഷ്ടതകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അശുദ്ധ വ്യാപാരങ്ങളെ സംസ്കരിക്കുന്നു. അവിടേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലുവാൻ ദുഃഖശനിയാഴ്ച നമ്മൾ ആരാധന നടത്തുന്നു. അവിടെ ഇറങ്ങിച്ചെന്നിട്ട് അത് പൊട്ടിച്ച് കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ചെയ്തു പോയ പാപത്തെ വിശുദ്ധീകരിച്ചിട്ട് അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഇന്ന് ആരാധനയെ സംബന്ധിച്ചവർ ഉയർപ്പിനെ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ നോയമ്പനുഷ്ഠാനം പൂർത്തീകരിക്കപ്പെടത്തില്ല. ഒരു സംശയം വേണ്ട. നമ്മൾ ചടങ്ങിന് വേണ്ടി ദുഃഖവെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വരുന്ന അനേകരുണ്ട്. ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയല്ല എന്നാണ്. ഉയർപ്പാണ് പൗരസ്ത്യ സഭയുടെ പ്രത്യാശ തന്നെ ഉയർപ്പിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുരിശിൽ ക്രൂശിത രൂപം വയ്ക്കാത്തത്. നമ്മൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിലാണ് നമ്മുടെ ശ്രദ്ധ. അതേസമയം കുരിശ് രക്ഷയുടെ അടയാളമാകുന്നുവെന്നും സ്ലീബായിൽ കൂടിയല്ലാതെ ഉയർപ്പില്ല എന്നും കാണിക്കുവാൻ വേണ്ടി നമ്മൾ സ്ലീബായെ വന്ദിക്കുകയും ചെയ്യും. അപ്പോൾ ഉയർപ്പിലേക്ക് ശ്രദ്ധ വയ്ക്കുവാനായിട്ട് അതിനു മുമ്പ് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം അറിയിച്ച് ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ചത്ത് കിടക്കുന്ന ദേഹികളുണ്ട്. നമ്മളൊരു പാപം ചെയ്താൽ നമ്മുടെ ജീവൻ മരിക്കും. ആ ജീവനിലേക്ക് കർത്താവിൻ്റെ പ്രകാശം ഇന്ന് ചെല്ലണം. ചെന്നിട്ട് അതിനെ ഉയർപ്പിച്ച് പൊട്ടിച്ച് പുറത്തു വരണം. അതിനായി കർത്താവ് സ്വയം പാപമാക്കി കുരിശിൽ കയറി. എന്തിനാണെന്നറിയാമോ? പാതാളത്തിലേക്ക് ഇറങ്ങാൻ. പാതാളം അശുദ്ധിയുള്ളിടമാണ്. അശുദ്ധിയുള്ളിടത്ത് കർത്താവിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ പാപം ആക്കി. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. പന്നിയെ കൊല്ലുവാനായിട്ട് ചെയ്യുന്നത് തോട്ട വെച്ചാണ് പന്നിയെ കൊല്ലുന്നത്. തോട്ട എന്ന് പറഞ്ഞാൽ വെടിമരുന്നാണ്. വെടിമരുന്ന് ഇത് ഭക്ഷിക്കുമ്പോൾ അകത്തിന് വായിക്കാതിരുന്നത് പൊട്ടും. പന്നി ചത്തുപോകും. പക്ഷേ വെടിമരുന്നാണെന്ന് ഇവൻ അറിയാതിരിക്കുവാൻ ആ തോട്ടയുടെ മുകളിൽ എന്തു ചെയ്യും? മാംസം കൊണ്ട് പൊതിയും. അപ്പോൾ ഇവൻ വിചാരിക്കും ഇറച്ചി കഷ്ണമാണെന്ന് വിചാരിച്ചാണ് എടുത്ത് കടിക്കുന്നത്. അപ്പോൾ ഇത് അകത്ത് കടിച്ചു കഴിയുമ്പോഴാണ് ഇത് പൊട്ടിയത് എന്ന് പറയുന്ന പോലെ കർത്താവ് അശുദ്ധിയെ താൻ എടുത്തങ്ങ് ധരിച്ചു. നമുക്ക് വേണ്ടി അശുദ്ധിയോട് ഒരു കോംപ്രമൈസും ഇല്ലാത്തവൻ തന്നെത്താൻ പാപമാക്കിയിട്ട് പിശാചിൻ്റെ അടുക്കിലോട്ട് നിന്നു കൊടുത്തു. പാതാളത്തിൻ്റെ അടുക്കിലോട്ട് നിന്നു കൊടുത്തപ്പോൾ പാതാളം വിഴുങ്ങി. അകത്ത് ചെന്നപ്പോഴാണ് പിശാചിന് മനസ്സിലായത് ഇത് ആറ്റം ബോംബായിരുന്നുള്ളത്. അതുകൊണ്ടൊന്ന് പൊട്ടി. ആദം മുതൽ അന്ന് വരെയുള്ള എല്ലാവരെയും അവൻ ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ക്രിസ്തുവിൽ മറച്ചു വെച്ചു. കൊലോസ്യർ 1:3 ആകയാൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതായ ക്രിസ്തുവിൻ്റെ പറ്റി അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ അവൻ ഉയർപ്പിച്ച് അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. അതാണ് ദുഃഖശനിയാഴ്ചയുടെ ശുശ്രൂഷ. അല്ലാതെ എന്തോ ഒരു ശുശ്രൂഷ നടത്തി പോകുന്നതല്ല ഇത്. ഇതിനകത്തെല്ലാം നമ്മളുടെ സജീവമായ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ലീബായെ ആരാധിച്ച് സ്ലീബായെ വന്നിച്ച് നമ്മൾ നമ്മുടെ കഷ്ടതകളെ കർത്താവിൻ്റെ കഷ്ടതയോടെ ചേർത്ത് വെച്ച് നമ്മുടെ അശുദ്ധികളെയെല്ലാം സംസ്കരിക്കുവാനുള്ള ഒരുക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന വളരെ ഭക്തിയോടുകൂടി നമുക്ക് അനുഷ്ഠിക്കാം. അതുകൊണ്ട് ഇനിയുള്ള ആരാധനയുടെ ശുശ്രൂഷാക്രമങ്ങളെല്ലാം സ്ലീബ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. അപ്പോൾ ആ സാധ്യത നമ്മൾ മുഴുവൻ ഉപയോഗപ്രദമാക്കി ഈ സമയം ആരാധനയിൽ പങ്കുകൊള്ളണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. 9 മണി നമസ്കാരത്തിൽ കർത്താവ് മരിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനം നമ്മൾ ഇപ്രകാരം പാടി: മൃതിയാലടിയാരുടെ മൃതി പോക്കിയ മശീഹ മൃതരായി ഓർക്കുയിരും ഞങ്ങൾ കരൾ കൂപയും. അതുപോലെ നമ്മൾ പാടി: സ്കീപായാൽ
ക്രൂശഗീമാ ഈച്ചോനെ മശിഹ കോട്ടയുമഭയവുമാം നിൻ സ്ലീബ. ഇനി സ്ലീബായാണ് നമുക്ക് കോട്ടയും അഭയവും. അത് തന്നത് കർത്താവിൻ്റെ കാൽവറി യാഗത്തിലൂടെയാണ്. അതുകൊണ്ട് സ്ലീബ വന്ദനവിനായി നമുക്ക് എഴുന്നേൽക്ക് ഭക്തിയോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. അടിയാരുടെ മൃതി പോക്കിയ മസി